ഒരാളുടെ ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അയാളൊരു വലിയ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നൊരു സമയമായിരിക്കും. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ കൂടെ ഗോ ത്രൂ ചെയ്ത് വന്നാൽ മാത്രമാണ് എന്താണ് ദ റിയൽ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാവുക. പലപ്പോഴും അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പാർട്ട്നേഴ്സ് കൂടുതൽ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ അറ്റാച്ച്മെൻറ്റിന് ഒരു രീതിയിലും ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരാറുള്ളത്. ഒരു വ്യക്തിക്ക് ഞാൻ പറയാതെ തന്നെ എന്നെ മനസ്സിലായിരുന്നെങ്കിൽ, അയാൾ എന്നും എൻ്റെ കൂടെ അത് സെയിം പേഴ്സണായിട്ട് നിന്നിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ പിടിവാശികൾ, അത് അവർക്ക് പിടിവാശികളാണ്. നമ്മളെ സംബന്ധിച്ച്, അതായത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് അത് അവരുടെ വേ ഓഫ് ലവ് കൂടിയാണ്. പക്ഷെ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എത്രത്തോളം ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ചില ഡിറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് ലൈഫിൽ ആവശ്യമായിട്ട് വരും. ഇത് നമ്മളുടെ കുഴപ്പമോ അവരുടെ കുഴപ്പമോ അല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച് വന്നിട്ടുള്ള ചില എക്സ്പീരിയൻസുകൾ കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടായി വന്നിട്ടുള്ള ചില പാറ്റേൺസും കണ്ടീഷനിങ്ങുമാണ്. റിമെമ്പർ, അറ്റാച്ച്മെൻറ്റ് ഈസ് ബ്യൂട്ടിഫുൾ വെൻ ഇറ്റ്സ് ബാലൻസ്ഡ് ആൻഡ് പെയിൻഫുൾ വെൻ ഇറ്റ് ബിക്കംസ് അവർ ഓൺലി സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. ഈ ഓൺലി സോഴ്സ് ഓഫ് ഹാപ്പിനെസ്സിലേക്ക് അത് മാറിപ്പോകുമ്പോഴല്ലേ എല്ലാം പ്രശ്നമാകുന്നത്. സോ ഓൾവേസ് ബെറ്റർ എന്ന് പറയുന്നത് യു ഷുഡ് ബി ദ സോഴ്സ് ഓഫ് യുവർ ഹാപ്പിനെസ്. അത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല, പക്ഷെ ഇവൻച്വലി through constant practice you can simply gain that stage.